ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരങ്ങളായത് വീഡിയോയിലേക്ക് പോകാം. ചില ദിവസങ്ങളിൽ നമുക്ക് ചോറും കറിയൊക്കെ കുറച്ചെങ്കിലും ബാക്കിയായിട്ട് വരാറുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് ഡിഫറൻസ് ആവുക, അങ്ങനെയൊക്കെ ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടാക്കി എടുക്കുന്ന സമയത്ത് കുറേ സമയം എടുക്കുകയും ചെയ്യും, ഗ്യാസും ചിലവാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണോ ചൂടാക്കാനുള്ളത്, ചോറാണോ കറിയാണോ എന്തായാലും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. മുങ്ങത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ അടിച്ചാൽ മാത്രം മതി. നന്നായിട്ട് ചൂടാവുന്നതിനോടൊപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ട് അപ്പം വെച്ച് ചോറ് പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പൈനാപ്പിളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഈ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. തോല് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഉണ്ട്. അപ്പോൾ ഞാനതൊരു വേറൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പേപ്പർ കപ്പ് ഉപയോഗിച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അക്രലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇപ്പം ഞാൻ കാണുന്നത് പോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നടുവിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചുറ്റിലും ഈ രീതിയിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലക്സ് ക്യൂക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ വലിച്ചെറിയുന്ന കപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ കളയാറായിരിക്കും പതിവ്. എന്നാൽ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആരും ഇത് വെറുതെ കളയില്ല കേട്ടോ. കുഞ്ഞു മക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഓർഗനൈസറാണ്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലേക്കായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ലേസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതും ഞാൻ ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയായിരിക്കും, യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള കിഡിലൻ റീയൂസ് ഐഡിയാസ് ഒക്കെ വേറെയും കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ആ ബോർഡർ ഒന്നും മാറിപ്പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലേസ് ഈ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഗ്ലിറ്റർ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അത് ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചെറിയൊരു നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് ഇതുപോലുള്ളൊരു ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു CD വെച്ചിട്ട് അതേ അളവിൽ തന്നെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഗ്ലിറ്റർ പേപ്പർ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ CD കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ നല്ല കളർഫുൾ ആയിട്ടുള്ളതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഗമ്മൊന്ന് എടുത്തതിന് ശേഷം നമുക്കിത് CDയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഒരു ഗ്ലാസ് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിലാണ് നമ്മളുടെ ഈ ഒരു ഓർഗനൈസർ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഒരു ഗ്ലാസ് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ലേസ് ഇതുപോലെയും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഗ്ലാസ് മുകളിലും താഴെയായിട്ട് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്ത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഗമ്മ് തേച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിടിലൻ ടേബിൾ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ വില കൊടുത്ത് നമ്മളിതൊന്നും പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വലിച്ചെറിഞ്ഞ് കളയാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസ് വെച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബേസും അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ടേബിൾ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന കപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ.
അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു ലൈറ്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് അത് കത്തും, സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അത് ഓഫാവും. കാണാൻ നല്ല ഭംഗിയല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളർഫുൾ ആയിട്ടുള്ള വേറെ വേറെ കളറിലും അതുപോലെ തന്നെ ഡിസൈനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ല ടേസ്റ്റിയും അത് ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാന്താരി, അതേ അളവിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കാന്താരി. അപ്പോൾ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. ഞാനിപ്പോൾ പഴുത്തതും പച്ചയും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പുട്ടുകുടത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. കുറേ സമയമൊന്നും വെച്ച് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിയതിനു ശേഷം കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില തണ്ടോട് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തണ്ടോട് കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാന്താരിയിൽ ഈ വെളുത്തുള്ളി ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരോട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്ന കാന്താരിയും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള കാന്താരി അച്ചാറിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യരുത്. നമ്മളുടെ അച്ചാർ കേടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കാന്താരി അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് ഇത് മാത്രം മതിയാവും കേട്ടോ. വേറെ കറികളുടെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എടുക്കുകയാണെങ്കിലായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല എരിവും അതുപോലെ തന്നെ ഉപ്പും പുളിയും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. സ്റ്റഡിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്നൊരു അരി ബാഗാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലായിടത്തും ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. ചൂട് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, അകത്തിരിക്കാനും പറ്റുന്നില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ളൊരു റൈസ് ബാഗ് ഉണ്ടെങ്കിൽ എ സിയോ കൂളറോ ഇല്ലാതെ തന്നെ നമുക്ക് വീട് കിടുകിടാ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റൈസ് ബാഗ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഫാനിൻ്റെ അടിയിലേക്കായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഉള്ളിൽ ഒരു സിൽവർ കോട്ടിംഗ് ഉള്ള റൈസ് ബാഗ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലുള്ളൊരു പുതപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പുതപ്പ് തന്നെ ഇതിനെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ബാഗിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള റൈസ് ബാഗ് ആ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, പുതപ്പിലൊക്കെ നമ്മൾ അലക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല, എത്ര തന്നെ വെള്ളം ഒഴിച്ചാലും അതിൽ നമുക്ക് കാണില്ല, മുഴുവനായിട്ടും അത് വലിച്ചെടുക്കുമല്ലേ. ആ ഈർപ്പം നന്നായിട്ട് അതിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ നമ്മൾ റൈസ് ബാഗ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സിൽവർ കോട്ടിംഗ് ഉള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട് മുഴുവനായിട്ടും വെള്ളം ഒലിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫാൻ ഇട്ട് കൊടുക്കുക. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. നമ്മളെ ബെഡ്റൂമിലോ ഹാളിലോ എവിടെയാണോ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫാന് ഹൈ സ്പീഡിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഇല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ഐസ് ക്യൂബ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പുതപ്പിന്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേ സമയം ഐസ് ക്യൂബ് മെൽറ്റ് ആവാതെ തന്നെ ഇരുന്നോളും. നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടിന് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. എ സി ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
ചൂടിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നല്ല കൂളായിട്ടുള്ള ജ്യൂസ് കുടിക്കുക. കുട്ടികൾക്കൊക്കെ കോട്ടന്റെ ഡ്രസ്സ് മാത്രം ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.